നമ്മൾ സ്കീമയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സ്കീമ ബിൽഡ് ചെയ്യാൻ പഠിച്ചില്ലേ? അപ്പൊ സ്കീമ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കീമയിൽ എന്തൊക്കെ കൊടുത്തു? നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു. സ്കീമ ടൈറ്റിൽ ഫീൽഡ് കൊടുത്തു. ഫീൽഡിനകത്ത് എന്ത് ഡേറ്റ ടൈപ്പ് വാല്യൂ ആണ് വരേണ്ടത്. എന്നിട്ട് നമ്മൾ ഡേറ്റ ആഡ് ചെയ്ത് നോക്കി അല്ലേ? അങ്ങനെ ആഡ് ചെയ്ത ബുക്ക് നമ്മുടെ ഡേറ്റാബേസിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വന്നില്ലേ ഇത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ബുക്ക് ആഡ് ചെയ്ത് ആ ബുക്ക് വന്നു. ഓക്കെ, അടുത്ത നോക്കാം. ഓക്കെ, അടുത്ത വെച്ചാൽ നമ്മൾ ഈ സ്കീമ എഴുതുന്ന സമയത്ത് നമ്മൾ സ്കീമയ്ക്കകത്ത് ഈ പറഞ്ഞ ഇത്രയും ഡേറ്റ ടൈപ്സ് കൊടുക്കാൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഓരോ ഫീൽഡിനും സ്പെസിഫിക് ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇപ്പോൾ എന്താ കൊടുത്തത്? നമ്മൾ ഒരു സ്കീമ എഴുതുന്ന സമയത്ത് നമ്മൾ ഫീൽഡ് കൊടുത്തു ടൈറ്റിൽ, അതിന്റെ വാല്യൂ കൊടുത്തു സ്ട്രിംഗ്, ഓർഡറിന് കൊടുത്തു വാല്യൂ കൊടുത്തു സ്ട്രിംഗ്, പ്രൈസിന് കൊടുത്തു വാല്യൂ കൊടുത്തു നമ്പർ. ഇല്ല, ഇത് മാത്രമേ കൊടുത്തുള്ളൂ. നമുക്ക് ഇത് കൂടുതൽ നമുക്ക് ഓപ്ഷൻസ് ഒരു ഫീൽഡിന്റെ പുറത്ത് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. നമ്മൾ ഓപ്ഷൻസ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഫീൽഡിന്റെ പേര് കോളൻ ആ ഒരു ഡേറ്റ ടൈപ്പ് എല്ലാം കൊടുക്കുക, പകരം അവിടെ ഒബ്ജക്റ്റിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിന്റെ പുറത്ത് കുറെ ഓപ്ഷൻസ് സ്കീമയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒന്നാമതാണ് ടൈപ്പ്. ടൈപ്പ് എന്തായിരിക്കും? അതിന്റെ ഡേറ്റ ടൈപ്പ്, അവിടെ എന്ത് ഡേറ്റ ടൈപ്പാണ് വരേണ്ടത് അത് നമ്മൾ സ്ട്രിംഗ് തന്നെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒന്നിക്കുള്ള ഓപ്ഷൻസ് ഉള്ള കാര്യമാണ് പറഞ്ഞത്. എക്സാം കഴിഞ്ഞോ? എന്തായിരുന്നു ഫസ്റ്റല്ലേ? കഴിഞ്ഞ വർഷം പാസ്സാകുന്നില്ല. പറഞ്ഞത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ടൈപ്പ് കൊടുത്തു, ടൈപ്പ് സ്ട്രിംഗ്, അതൊരു ഓപ്ഷനാണ്. അത് ആ ടൈപ്പ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ ടൈപ്പ് എന്ത് ഡേറ്റ ടൈപ്പാണ് അവിടെ ആഡ് ആവേണ്ടത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. അടുത്താണ് റിക്വയർഡ്. റിക്വയർഡ് നോക്കിയേ, റിക്വയർഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഫീൽഡ് കൊടുത്തു. ഇവിടെ നമ്മൾ റിക്വയർഡ് ട്രൂ എന്ന് കൊടുത്താൽ ഇനി ഒരു ബുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനെന്ത് കാണണം? നിർബന്ധമായിട്ടും ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ ആഡ് ചെയ്തിരിക്കണം. നമ്മൾ റിക്വയർഡ് ട്രൂ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ബുക്ക് ആഡ് ചെയ്യുമ്പോൾ ടൈറ്റിൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. റിക്വയർഡ് ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ആ ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാതെ ബുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്താണ് ഡിഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉണ്ട് നമ്മുടെ എഡിഷൻ. എഡിഷൻ ഇവിടെ വന്നിട്ട് ടൈപ്പ് കൊടുക്കുന്നു, ഡിഫോൾട്ട് ഫസ്റ്റ് എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരു ബുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ കേസ് എഡിഷൻ ആഡ് ചെയ്തില്ലെന്ന് വെച്ചോ, ആഡ് ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ഫസ്റ്റ് കയറും. നമ്മൾ എഡിഷൻ ആഡ് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്യുന്ന വാല്യൂ കയറുള്ളൂ. നമ്മൾ എഡിഷൻ ആഡ് ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞ വാല്യൂ കയറും. അതാണ് ഡിഫോൾട്ട്. മനസ്സിലായോ? ഓക്കെ, ആ തന്നെ ഡിസൈഡ് ചെയ്യുമ്പോൾ ഇടുന്ന പോലെ. അടുത്താണ് യൂണീക്ക്. ഓക്കെ, അപ്പോൾ യൂണീക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണ്ട യൂണീക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്തു എന്ന് പറഞ്ഞ പേരിൽ വേറൊരു ബുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതേ ടൈറ്റിലുള്ള വേറൊരു ബുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പൊതുവെ കൊടുക്കുന്നത് നമ്മുടെ ഇമെയിലൊക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമെയിൽ യൂണിക് ടു കൊടുത്താൽ അതേ ഇമെയിൽ പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതാ ഇമെയിലോ? ആ, ഇതിനകത്ത് ക്യാപിറ്റൽ വേറെ, അതായത് കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ വേറെ, സ്മോൾ വേറെ. അതാണ് യൂണിക്. ഓക്കെ, ഇനി അടുത്ത ട്രിം നോക്കാം. ട്രിം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഫീൽഡ്, നമ്മൾ എല്ലാ ഫീൽഡും യൂസ് ആണ് ട്രിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പം നമ്മളിപ്പം ഒരു ഇൻപുട്ട് ബോക്സിലാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആഡ് തന്നെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ബോക്സ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പേര് ടൈപ്പ് ചെയ്യാൻ ആഡ് ചെയ്തു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ അറിയാതെ തുടക്കം ചിലപ്പോൾ ഒരു സ്പേസ് അതന്നെ ഇപ്പോൾ ആഡ് ജീവിതം എന്ന് കൊടുത്തു. എന്നിട്ട് അവസാനം അറിയാതെ സ്പേസ് ഇട്ട് പോയി. അപ്പോൾ ഇത് സെൻഡ് ആവുന്നത് എങ്ങനെ? ഈ ഡാറ്റ സെൻഡ് ആവുന്നത് ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇത് കറക്റ്റ് ആണോ? അല്ല. അപ്പം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രിം ഇട്ട് കൊടുക്കുന്നത്. ട്രിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരില്ല. മനസ്സിലായി? അതിന് വരുന്നത് ട്രിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുടക്കം അവസാനം വരുന്ന സ്പേസ് ഇൻവേറ്റ്. ഇതിന് ഇടയ്ക്ക് സ്പേസിന്റെ അത് കളയില്ല. ഓക്കെ ആണല്ലോ? തുടക്കം അവസാനമുള്ള സ്പേസ് കളയാനാണ് ട്രിം ഇട്ട് കൊടുക്കുക. മനസ്സിലായത്? ഇനി അടുത്ത് നോക്കാം. അടുത്താണ് ലോവർ കേസ്. ഇതെന്തായിരിക്കും? നമ്മൾ ഏതെങ്കിലും ഫീൽഡിൽ ലോവർ കേസ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ അപ്പർ കേസ് ഇട്ടാലും അത് ലോവർ കേസ് ആയിരിക്കും. പിന്നെ ഇവിടെ ലോവർ കേസ് ടൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഈ ഒരു ഫീൽഡിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വാല്യൂ ഓക്കെ അപ്പർ കേസിലാണെങ്കിൽ സേവ് ആകുമ്പോൾ ലോവർ കേസിലായിട്ട് സേവ് ആവും. മനസ്സിലായി? അതാണ് ലോവർ കേസ് അപ്പർ കേസ് ടൂ. അപ്പർ കേസ് കൊടുത്താൽ നമ്മൾ ആ ഫീൽഡ് എന്താ ആഡ് അത് സേവ് ആവുന്ന സമയത്ത് അപ്പർ കേസാണ് സേവ് ആവുക. പിന്നെ അടുത്താണ് മിന്നു മാക്സ്. ഓക്കെ, മിന്നു മാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കുന്നത് പ്രൈസ് ഫീൽഡ് നമുക്ക് കൊടുക്കാം. പ്രൈസ് ഫീൽഡിലും ഡേറ്റ് ഫീൽഡിലും കൊടുക്കുന്ന വാല്യൂ മിന്നു മാക്സ്. ഞാൻ മിന്നു കൊടുക്കുന്നു 100, മാക്സ് കൊടുക്കുന്നു 10,000. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ബുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൈസ് 100-നും 10,000-നും ഇടയ്ക്കുള്ള പൈസ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ബുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൈസ് 5 ആണെങ്കിൽ അത് ആവില്ല, 10,000-ന് മേളാണെങ്കിൽ അത് ആവില്ല. അതാണ് മിന്നു മാക്സ്. ഇതെല്ലാം നമുക്ക് ഓരോ ഫീൽഡിന്റെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ്. ഇതാണ് സ്കീമയുടെ പ്രത്യേകത. പിന്നെ അടുത്താണ് ഈനം. ഓക്കെ, അപ്പം ഈനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡ് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു അറേ കൊടുത്തു. ഇപ്പോൾ ഞാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ കൊടുത്തു. ഇനി ഇപ്പോൾ ഇവിടെ ഈനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്താൽ ഇനി എഡിഷൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ്, ഈ 3 വാല്യൂ അല്ലാതെ വേറൊരു വാല്യൂ ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഈനം എന്ന് പറഞ്ഞ എഡിഷൻ എന്ന് പറഞ്ഞ ഫീൽഡിൽ ഞാനിപ്പോൾ ഹലോ നാടിത ആടാവില്ല, ആപ്പിൾ നാടിതാൽ ആടാവില്ല. എന്ത് ആഡ് ചെയ്യാൻ പാടുള്ളൂ? ഒന്നെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ്. മനസ്സിലായത്? പറ്റില്ല. കാര്യം അങ്ങനെ ആഡ് ചെയ്യണം, നമ്മൾ ഇവിടെ ഫോർത്ത് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഇവിടെ ഫോർത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ.
അതല്ല വരില്ല. മനസ്സിലായോ? ഓക്കെ, അടുത്ത വാലിഡേറ്റ്. അത് നമുക്ക് വാലിഡേറ്റ് നമുക്ക് കുറച്ച് നോക്കാം, അത് കുറച്ച് കോമ്പൽസാ. ഇനി അടുത്താണ് സെലക്ട്. ഈ വാലിഡേറ്റും റെഫും നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കോളൂ. അടുത്താണ് സെലക്ട്. സെലക്ട് എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ നമുക്ക് കാര്യം നമ്മൾ ബാക്ക് എൻഡിൽ കണക്ട് ചെയ്താലോ, എന്തെങ്കിലും സാധനം ഗെറ്റ് ചെയ്ത് നോക്കി നമുക്ക് ഞാൻ ബുക്ക് ഗെറ്റ് ചെയ്യുന്നു. നമ്മൾ ബുക്ക് ഗെറ്റ് ചെയ്ത ബുക്ക് വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാനിവിടെ വേണ്ട ഏതെങ്കിലും ഒരു ഫീൽഡിന് നമുക്ക് ഈ ബുക്കിന് പ്രൈസ് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ വേണ്ട നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞ ഫീൽഡിന് ഈ സെലക്ട് ഫോൾസ് കൊടുത്തു, സേവ് ചെയ്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇനി പ്രൈസ് കിട്ടില്ല. നമ്മൾ ഗെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീൽഡ് കിട്ടില്ല. ഡാറ്റാബേസിൽ ആടാവും, പക്ഷെ ഗെറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല. അതാണ് സെലക്ട് ഫോൾസ് കൊടുക്കുന്നത്. നമുക്ക് വേണം പാസ്വേഡ് ഫീൽഡ് എങ്ങനെ നോക്കാം. മനസ്സിലായോ? യൂസറിന് കിട്ടണമെങ്കിൽ നമുക്ക് നോക്കാം. സെലക്ട് ഫോൾസ് കൊടുത്താൽ പിന്നെ ആ ഫീൽഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് സെലക്ട് ഫോൾസ്. മനസ്സിലായോ? ഗെറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല. നമ്മൾ ഗെറ്റ് ചെയ്ത ആ ഫീൽഡ് കിട്ടില്ല, എടുക്കാൻ പറ്റില്ല. ഡാറ്റാബേസ് ഉണ്ടാവും. അടുത്താണ് ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഫീൽഡ് ഓർഡർ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഫീൽഡ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വട്ടം ആഡ് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇത്രയും സാധനങ്ങൾ. ഓക്കെ, ടൈപ്പ്, റെക്കോർഡ്, ഡിഫോൾട്ട്, യൂണിക്ക്, ട്രിം, ലോവർ കേസ്, അപ്പർ കേസ്, മിൻ, മാക്സ്, ഈനം, വാലിഡേറ്റ്, അല്ല സെലക്ട്, ഇമ്മ്യൂട്ടബിൾ. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്കീമയിൽ ഓരോ ഫീൽഡിനും കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു ബുക്ക് ആഡ് ചെയ്തായിരുന്നു. ഓക്കെ ആണല്ലോ. ആഡ് ചെയ്ത് നമ്മൾ ഗെറ്റ് ചെയ്തപ്പോൾ നോക്കിയാൽ നമുക്ക് ബുക്കിന്റെ ഡേറ്റ് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ കൂടുതൽ അപ്പൊ ഇത്രയാണ് ഡേറ്റ ആഡ് ആയത്, പബ്ലിക്കേഷൻ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. നമുക്ക് ഇവിടെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് സ്കീം എഴുതി എങ്ങനെ, നമ്മൾ സ്കീമ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു, അതിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് സ്കീം എഴുതി ഇല്ലേ. ഇവിടെ സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നു, ടൈം സ്റ്റാമ്പ്സ്. അത് ട്രൂ ആക്കുന്നു. ടൈം സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു, അത് ട്രൂ ആക്കുന്നു. ടൈം സ്റ്റാമ്പ്സ് ട്രൂ. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ സംഭവിക്കാൻ നോക്കാം. എന്നിട്ട് ഞാൻ പുതിയ ആഡ് ചെയ്യാൻ പോവാം. പുതിയ ബുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പൊ ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്യാം. പോസ്റ്റ് ബുക്ക് ടൈറ്റിൽ ഏതാ അത് ഇല്ല. അത് പറഞ്ഞാൽ നമുക്ക് ഒരു ഫീൽഡ് ഗെറ്റ് ഫീൽഡ് പറയുന്നത് ചില ഫീൽഡ് ഡേറ്റാബേസ് മാത്രം ആഡ് ഗെറ്റ് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ യൂസറിനെ ഗെറ്റ് പാസ്വേഡ് വേണ്ടല്ലോ. അപ്പോൾ പാസ്വേഡ് അല്ലേ അപ്ഡേറ്റഡ്. അതായത് നമ്മൾ എപ്പോഴാണ് ഈ ഒരു ഡേറ്റ ആഡ് ചെയ്യുക എന്നുള്ള ഡേറ്റ് ആണ് ക്രിയേറ്റ് ആയിട്ട് വരിക. അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഓരോ വട്ടം അത് ഇനി മാറില്ല, ക്രിയേറ്റ് മാറില്ല. അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഓരോ വട്ടവും ഈ ഡേറ്റിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് അവിടെ വരും. ഇനിഷ്യലി രണ്ട് സെയിം ആയിരിക്കും. അങ്ങനെ വരുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്, ടൈം സ്റ്റാമ്പ്സ് ട്രൂ അവസാനം അടുത്ത ഒബ്ജക്റ്റ് ആയിട്ട്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്കീമ ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് സ്കീമ ഓപ്ഷൻസ് എഴുതി മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം സ്കീമ എഴുതി മോഡൽ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. അവിടെ എന്ത് ചെയ്തു, നമ്മളെ മോഡൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. ഗെറ്റും പോസ്റ്റും ഒക്കെ എഴുതേക്കുന്നത്. ബുക്ക് ചെയ്ത് ബുക്ക് ഡോട്ട് ഫൈൻഡ്, ആഡ് ചെയ്യാൻ ബുക്ക് ഡോട്ട് ക്രിയേറ്റ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി റീഡ് ചെയ്യാൻ വേണ്ടി ഫൈനുണ്ട്. ഫൈനിനകത്ത് നമ്മൾ വെറുതെ ഫൈൻ വിളിച്ച് എല്ലാം കിട്ടും. ഫൈനിലേക്ക് നമുക്ക് കണ്ടീഷൻ പാസ്, നമ്മൾ പാസ് ചെയ്തില്ലേ ഓർമ്മ, നമ്മൾ മറ്റേ ആ ടെർമിനൽ വിളിച്ചത് പാസ് ചെയ്ത് ഓർമ്മയുണ്ടോ കണ്ടീഷൻസ്. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ ഉണ്ട്. പിന്നെ ഫൈൻ ബൈ ഐ ഡി ഉണ്ട്. അതായത് നമ്മൾ ഫൈൻ ബൈ ഐ ഡി കൊടുത്തിട്ട് ഒരു ഐ ഡി പാസ് ചെയ്താൽ ആ ഐ ഡി ഉള്ള ഡേറ്റ കിട്ടും. ഇനി ഫൈൻഡ് 1 ഉണ്ട്. നമ്മൾ ഫൈൻഡ് 1ലേക്ക് ഒരു കണ്ടീഷൻ പാസ് ചെയ്താൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരെണ്ണം എടുത്തു തരും. ഫൈൻഡ് ആണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാം എടുത്തു തരും. അതാണ് ഫൈൻഡ് 1. ഇനി അതുപോലെ അപ്ഡേറ്റ് ഉണ്ട്. അപ്ഡേറ്റിന് തന്നെ പലതുണ്ട്. ഫൈൻഡ് 1 ആൻഡ് അപ്ഡേറ്റ് ഉണ്ട്. അത് ഒരു കണ്ടീഷൻ കൊടുത്താൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ റീപ്ലേസ് 1 ഉണ്ട്. റീപ്ലേസ് 1 അങ്ങനെ സെയിം ആണ് സംഭവം. അതായത് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരെണ്ണം റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതുപോലെ അപ്ഡേറ്റ് മെനു ഉണ്ട്. അപ്ഡേറ്റ് മെനു എന്തായിരിക്കും ഉപയോഗിക്കുന്നത്, നമ്മളൊരു കണ്ടീഷൻ പാസ് ചെയ്താൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാം അപ്ഡേറ്റ് ചെയ്യാം ഇല്ലേ. ഇതിൽ അപ്ഡേറ്റ് 1 ഉണ്ട്. സെയിം ഫൈൻഡ് 1. ഇപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് സെയിം, ഈ ഫൈൻഡ് 1 ആൻഡ് അപ്ഡേറ്റും അപ്ഡേറ്റ് 1 സെയിം ആണ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇതായിരിക്കും, ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് അപ്ഡേറ്റ്. ഓക്കെ, നമ്മൾ ഐ ഡി പാസ് ചെയ്താൽ എന്ത് ചെയ്യും, ആ ഐ ഡി ഉള്ള എലമെന്റ് ഏതാണോ അത് അപ്ഡേറ്റ് ചെയ്യും. ഇനി അതുപോലെ ഡിലീറ്റ് 1 ഉണ്ട്, ഡിലീറ്റ് മെനു ഉണ്ട്. അങ്ങനെ ഡിലീറ്റിന് ഒന്നുണ്ട്, ഡിലീറ്റ് ബൈ ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് ഡിലീറ്റ് ഉണ്ട്. അത് റിമൂവ് ചെയ്യുന്നില്ല, രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ റിമൂവ് എൻട്രി കണ്ടോ, ഡിലീറ്റ് എൻട്രി സെയിം തന്നെ. ഇത് ചെയ്ത് നോക്കാം. ഈ ബുക്കിന് തന്നെ ഞാൻ ഗെറ്റ് എഴുതി പോസ്റ്റ് എഴുതി. ഇനി ഗെറ്റ് ബൈ ഐ ഡി എഴുതാൻ പോവാം. ഗെറ്റ് ബൈ ഐ ഡി എഴുതാൻ വേണ്ടി വരുന്നു കോളൻ ഐ ഡി എന്താ കൊടുക്കുക, ഫൈൻഡ് ബൈ ഐ ഡി. ഐ ഡി നമുക്ക് അവിടെ കിട്ടും. എന്തോ പാരാംസ് വേണ്ട,
റിക്ഡോട്ട് പാരാമീറ്റർ ഐഡി നമ്മൾ എടുക്കുക, ഞാൻ ഡിസ്ട്രക്ചർ ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ കൊടുത്ത് ഫൈൻഡ് ബൈ ഐഡി, നമ്മൾ രണ്ട് ഐഡി പാസ് ചെയ്താൽ ആ ഐഡി ഉള്ള എലമെന്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ ഡിലീറ്റ് ഉണ്ട്, ഐഡി എടുക്കുക, നമ്മുടെ മെത്തേഡ് ഡിലീറ്റ് ആക്കുക, എന്നിട്ട് ഐഡി എടുക്കുക, ഫൈൻഡ് ബൈ ഐഡി ആൻഡ് ഡിലീറ്റ്. ഇനി അതുപോലെ എന്തുണ്ടാവും, അപ്പം ഫൈൻഡ് ബൈ ഐഡി ആൻഡ് അപ്ഡേറ്റ് ഉണ്ട്. ഇവിടെ മെത്തേഡ് എന്താക്കണം, ബോഡി ഈക്വൽ ടു ട്രിക്ക് ഡോട്ട്, നമുക്ക് ഡിസ്ട്രക്ചർ ചെയ്യാം. അപ്ഡേറ്റ് ആണെങ്കിൽ ഐഡി കൊടുക്കുക, കോമ എന്ത് കൊടുക്കുക, ഇത്ര എളുപ്പമാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഐഡി പാസ് ചെയ്തിട്ട് ബോഡി പാസ് ചെയ്താൽ ആ ഐഡി ഉള്ള എലമെന്റ് അപ്ഡേറ്റ് ആവും. മനസ്സിലായി? അപ്പൊ നമുക്ക് ആ ഫൈൻ ചെയ്ത് നോക്കാം. ഗെറ്റ് ബൈ ഐഡി എത്ര റൗട്ട്സ് എഴുതി, ഞാൻ ഗെറ്റ് ബൈ ഐഡി എടുക്കാൻ പോവാം. അപ്പൊ അതിനായിട്ട് ഇതിന്റെ കോപ്പി എടുത്തു, ബുക്സ് ബൈ ഐഡി, ഞാൻ ഈ ബുക്കിന്റെ ഐഡി കോപ്പി ചെയ്യുന്നു, ചെയ്യാം രണ്ട് ബുക്കിന്റെ കൂടെ ഈ ബുക്കിന്റെ ഐഡി കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ഗെറ്റ് ബൈ ഐഡി വിളിക്കുകയാണ്, സ്ലാഷ് ഐഡി സെൻഡ് അടിച്ചാൽ നമുക്ക് ആ ഐഡിയുള്ള ബുക്ക് മാത്രം കിട്ടും. കണ്ടോ, ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഗെറ്റ് ചെയ്താൽ നമുക്ക് രണ്ട് ബുക്കും കിട്ടും. ഓക്കെ ആണല്ലോ, ഞാൻ ആ ബുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോവാം. അതിനായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നു, മെത്തേഡ് ഡിലീറ്റ് കൊടുക്കുന്നു, ഐഡി സെയിം തന്നെ ഇല്ലേ, സെൻഡ് അടിച്ചാൽ ഡിലീറ്റ് ആയി. ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ടെന്ന് തരാം, ഞാൻ ഡിലീറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ബുക്ക് പോയി. അപ്പൊ നമ്മൾ അവിടെ എഴുതുമ്പോൾ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ റെസ്പോൺസ് ആയിട്ട് മെസ്സേജ് ആണ് വേണ്ടത്, ബുക്ക് ഡിലീറ്റ് സക്സസ്ഫുൾ. അതുപോലെ പാച്ച് ഉണ്ട്, പാച്ച് എന്തായിരിക്കും, നമ്മൾ മെത്തേഡ് പാച്ച് കൊടുക്കുക, നമുക്ക് ഏത് ബുക്കാണോ എഡിറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യത്തെ ബുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ബുക്കിന്റെ ഐഡി നമ്മൾ കോപ്പി ചെയ്യുന്നു, URL വഴി നമ്മൾ ഐഡി പാസ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ബോഡിയിൽ നമുക്ക് അതിന്റെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ വെച്ചോ. അപ്പൊ ആ ബുക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ പ്രൈസ് മാറ്റാം ഇല്ലേ, പ്രൈസ് മാറ്റാൻ വേണ്ടി ഇവിടെ വരുന്നു. ഇപ്പൊ കിടന്ന് 350 പ്രൈസ് കൂടിയെന്ന് വെച്ചോ, ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുന്നു, ബുക്ക് ഡോട്ട് ഫൈൻഡ് ബൈ ആൻഡ് കൊടുത്തിട്ടില്ല, ആൻഡ് അപ്ഡേറ്റ് ഒന്ന് സെൻഡ് ചെയ്യാം, അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് ഗെറ്റ് ചെയ്യുന്നു, ഓക്കെ കണ്ടോ. അപ്പം ഇത്രയും ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത് തന്നെ, പക്ഷേ ഇവിടെ ആകെ വ്യത്യാസം ഫൈൻഡ് ചെയ്യാൻ ഫൈൻഡ് തന്നെ അല്ലേ, ഫൈൻഡ് ബൈ ഐഡി ഉണ്ട്, ക്രിയേറ്റ് ഉണ്ട്, ഫൈൻഡ് ബൈ ഐഡി ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, ഫൈൻഡ് ബൈ ഐഡി ഉണ്ട്. ഓക്കെ ആണല്ലോ, ചെയ്ത് നോക്കിയേ. നിങ്ങൾ ആദ്യം സ്കീമിൽ ഒന്ന് മോഡിഫൈ ചെയ്യുക, ഇത്രയും സാധനം ഓപ്ഷൻസ് വെച്ചിട്ട് എന്നിട്ട് ചെയ്തു.